ഹലോ ഫ്രണ്ട്സ്, ദ വോം അപ്പ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ ട്യൂട്ടോറിയലായിട്ടോ വന്നിരിക്കുന്നത്. വളരെ എളുപ്പമാണ്, കണ്ടാലോ. ആദ്യം തന്നെ ഒരു നോട്ടിട്ട് തുടങ്ങാം. എന്നിട്ട് 4 ചെയിൻ സ്റ്റിച്ച്. നാലാമത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. ഇതുപോലെ. ഇനി 3 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. പിന്നീട് നടുവിലുള്ള പോർഷനിലേക്ക് 12 ഡബിൾ ക്രോഷേ കൊടുക്കണം. ഒരു ഡബിൾ ക്രോഷേ കഴിഞ്ഞു. ഡബിൾ ക്രോഷേ അറിയാത്തവർക്ക് വേണ്ടി സ്ലോ ആയിട്ട് ഒന്നുകൂടെ കാണിക്കാം. രണ്ടാമത്തെ ഡബിൾ ക്രോഷയും കഴിഞ്ഞു. ഇതുപോലെ 10 എണ്ണം കൂടി ചെയ്യണം. ടോട്ടൽ 12 എണ്ണം. 12ാമത്തെ ഡബിൾ ക്രോഷേ കഴിയുമ്പോൾ ആദ്യത്തെ 3 ചെയിൻ സ്റ്റിച്ചിലോട്ട് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇനി കട്ട് ചെയ്ത് ഫാസ്റ്റൻ ചെയ്യുക. എക്സ്ട്രാ വരുന്ന യാൺ പുറകുവശത്ത് ഇതുപോലെ ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. ലാസ്റ്റ് നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി യാണിൻ്റെ കളർ മാറ്റാം. യാണിൻ്റെ കളർ മാറ്റുമ്പോൾ ബിഗിനേഴ്സിന് എപ്പോഴും ഇവിടെ ഒരു കെട്ടിട്ട് തുടങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ യാൺ അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇനി യാൺ ഇതുപോലെ വരിച്ച് 4 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം 2 ട്രിപ്പിൾ ക്രോഷേ വീണ്ടും അതേ ഗ്യാപ്പിലോട്ട് കൊടുക്കണം. ട്രിപ്പിൾ ക്രോഷേ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലൂപ്പുകളിലൂടെയും വലിക്കരുത്, ഒരെണ്ണം മാത്രം ബാക്കി വെക്കണം. ഒരു വട്ടം കൂടെ പറഞ്ഞു തരാം. ട്രിപ്പിൾ ക്രോഷേ കൊടുക്കുമ്പോൾ 2 വട്ടം യാൺ ചുറ്റി ഉള്ളിലൂടെ ഇട്ട് ഒരു വട്ടം കൂടെ യാണിനെ ചുറ്റിയെടുത്ത് ചുറ്റി 2 ലൂപ്പ് ചുറ്റി 2 ലൂപ്പ്. 2 വട്ടമേ കൊടുക്കാൻ പാടുള്ളൂ. ബാക്കി നമുക്ക് 3 ലൂപ്പുകൾ ഹുക്കിന് മേലെ കാണാം. അതിലൂടെ ഒരു വട്ടം കൂടെ ചുറ്റി ഉള്ളിലൂടെ വലിക്കുക. ഇനി 2 ചെയിൻ സ്റ്റിച്ച്. വീണ്ടും അടുത്ത ഗ്യാപ്പിൽ 3 ട്രിപ്പിൾ ക്രോഷേ ഞാൻ പറഞ്ഞ രീതിയിൽ കൊടുക്കണം. 2 വട്ടം ചുറ്റി ഗ്യാപ്പിനുള്ളിലൂടെ ഇട്ട് യാണിനെ ചുറ്റിയെടുത്ത് ഒരു വട്ടം കൂടെ ചുറ്റി 2 ലൂപ്പ് ചുറ്റി 2 ലൂപ്പ്. 2 പ്രാവശ്യമേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത ട്രിപ്പിൾ ക്രോഷേ വീണ്ടും കൊടുക്കുന്നു. ഉള്ളിലൂടെ എടുത്ത് യാണിനെ കൊണ്ടുവരുന്നു, ചുറ്റി 2 വട്ടം 2 ലൂപ്പുകളിലൂടെ കൊണ്ടുപോകുക. നമ്മുടെ 2 ട്രിപ്പിൾ ക്രോഷേ ഇപ്പോൾ കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടെ ചെയ്യണം. 2 വട്ടം ചുറ്റി ഉള്ളിലൂടെ ഇട്ട് യാണിനെ ചുറ്റിയെടുത്ത് യാൺ ചുറ്റി 2 ലൂപ്പ് വീണ്ടും 2 ലൂപ്പ്. ഇപ്പോൾ നമ്മുടെ ഹുക്കിന് മേലെയായിട്ട് 4 ലൂപ്പുകൾ കാണാം. ഇപ്പോൾ നമ്മുടെ 3 ട്രിപ്പിൾ ക്രോഷേ കഴിഞ്ഞിട്ടുണ്ട് ആ ഗ്യാപ്പിലെ. ഇനി യാൺ ഓവർ ചെയ്ത് എല്ലാ ലൂപ്പുകളിലൂടെയും ഒറ്റ വലി. വീണ്ടും 2 ചെയിൻ. ഇതേ സ്റ്റെപ്പ് എല്ലാ ഗ്യാപ്പുകളിലും തുടർന്ന് പോവുക. നമുക്ക് 12 സെറ്റ് 3 ട്രിപ്പിൾ ക്രോഷേ വീതം ഇതുപോലെ കിട്ടും. 12 എണ്ണവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ 4 ചെയിൻ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. പിന്നീട് കട്ട് ചെയ്ത് ഫാസ്റ്റൻ ചെയ്യുക. ഇനി യാണിൻ്റെ കളർ നമുക്ക് മാറ്റാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോട്ടിട്ട് തുടങ്ങി 4 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ഇനി സെയിം ഗ്യാപ്പിലേക്ക് 2 ട്രിപ്പിൾ ക്രോഷേ കൊടുക്കണം. നേരത്തെ പോലെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ട്രിപ്പിൾ ക്രോഷേ അല്ല, എല്ലാ ലൂപ്പുകളും ഫിനിഷ് ചെയ്ത് തന്നെ പോകണം. അതായത് 2 വട്ടം ചുറ്റി ഉള്ളിലൂടെ പോയി യാണിനെ ഒന്ന് ചുറ്റിയെടുത്ത് ഒരു വട്ടം ചുറ്റി 2 ലൂപ്പ്, ഒരു വട്ടം ചുറ്റി 2 ലൂപ്പ്, ഒരു വട്ടം ചുറ്റി 2 ലൂപ്പ്. 3 തവണ 2 ലൂപ്പുകളിലൂടെ വലിക്കണം. ഇനി തൊട്ടടുത്ത് കാണുന്ന 2 ഗ്യാപ്പുകളിലേക്കും 3 ഡബിൾ ക്രോഷേ വെച്ച് കൊടുക്കണം. ട്രിപ്പിൾ ക്രോഷേ അല്ല, ഡബിൾ ക്രോഷേ. ആദ്യത്തെ ഗ്യാപ്പിലെ 3 ഡബിൾ ക്രോഷേ കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത ഗ്യാപ്പിലേക്ക് നമ്മൾ ജമ്പ് ചെയ്ത് അടുത്ത 3 ഡബിൾ ക്രോഷേ ചെയ്യുകയാണ്. നമുക്ക് ടോട്ടൽ 12 ഗ്യാപ്പുകളുണ്ട്. ആ 12 ഗ്യാപ്പുകളിലും 4 വശത്തായിട്ട് വരുന്ന കോർണറുകളിലാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷേ കൊടുക്കുന്നത്. ബാക്കി നടുവിൽ വരുന്ന 2 ഗ്യാപ്പുകളിലും 3 ഡബിൾ ക്രോഷേ വെച്ചാണ് കൊടുക്കുന്നത്.
ഡബിൾ ക്രോഷയുടെ 2 സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത കോർണറിലെത്തി. അപ്പോൾ നമ്മൾ വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം അടുത്ത ഗ്യാപ്പിൽ. കോർണറിലെ 3 ട്രിപ്പിൾ ക്രോഷേ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. 1 2. ഇനി അതേ ഗ്യാപ്പിലേക്ക് 3 ട്രിപ്പിൾ ക്രോഷേ കൂടെ കൊടുക്കണം. കോർണർ പോർഷനിൽ കേവ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് കോർണറുകളിലൊക്കെ 3 ട്രിപ്പിൾ ക്രോഷേ, 2 ചെയിൻ, 3 ട്രിപ്പിൾ ക്രോഷേ ഒരേ ഗ്യാപ്പിൽ കൊടുക്കണം. ബാക്കി നടുക്ക് വരുന്ന 2 ഗ്യാപ്പുകളിലും 3 ഡബിൾ ക്രോഷേ വെച്ച് കൊടുക്കുക. കോർണറിലെ ട്രിപ്പിൾ ക്രോഷറ്റ് കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന 2 ഗ്യാപ്പുകളിലേക്കും നമുക്ക് 3 ഡബിൾ ക്രോഷേ വെച്ച് കൊടുക്കാം. ഞാൻ 3 ഡബിൾ ക്രോഷേ വെച്ച് കൊടുത്തു. ഇനി അടുത്ത കോർണർ എത്തി. സെയിം രീതിയിൽ 3 ട്രിപ്പിൾ ക്രോഷേ, 2 ചെയിൻ, 3 ട്രിപ്പിൾ ക്രോഷേ. ഇനിയുള്ള ഓരോ ഗ്യാപ്പുകളിലും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പാറ്റേൺ തുടരുക. ഏറ്റവും ഒടുവിൽ നമ്മൾ ആദ്യം ചെയ്തിരുന്ന ട്രിപ്പിൾ ക്രോഷയുടെ ഗ്യാപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു സെറ്റ് ട്രിപ്പിൾ ക്രോഷയെ കൊടുത്തിരുന്നുള്ളൂ, ഓർമ്മയില്ലേ? അപ്പോൾ അതേ ഗ്യാപ്പിലേക്ക് ആ കോർണർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷയും കൂടി ചെയ്യണം. അതും 2 ചെയിൻ ഗ്യാപ്പിൽ. 3 ട്രിപ്പിൾ ക്രോഷേ കൊടുത്തു. ഇനി 2 ചെയിൻ കൊടുക്കണം ആ കോർണറിന് കേവ് കിട്ടാൻ. ഇനി ആദ്യത്തെ 4 ചെയിൻ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എക്സ്ട്രാ യാൺ കട്ട് ചെയ്ത് ഫാസ്റ്റൻ ഓഫ് ചെയ്യുക. ഗ്രാനി സ്ക്വയർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബാഗും പൗച്ചും ബ്ലാങ്കറ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ദ വൗ മം, ലെറ്റ് ദ സൂപ്പർ മം ഇൻസൈഡ് യു ഫ്ലൈ ഹൈ.